നമുക്കൊരു പൊതിച്ചോറ് എടുക്കാം കേട്ടോ. ചോറെടുക്കാം കേട്ടോ. വാഴയിലേക്കകത്തോട്ട് നമുക്ക് ചോറെടുക്കാം. ചേട്ടന് കടയിലായിട്ടുള്ള ചോറാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കറിയെന്ന് പറഞ്ഞാൽ പോർക്ക് ഫ്രൈ ആണ്. കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്തതാണേ. അത് ഈ വാഴയിലക്കകത്ത് പൊതിഞ്ഞിട്ട് ചോറിൻ്റെ പുറത്ത് വെക്കുമ്പോൾ ചോറ് തുറക്കുമ്പോൾ ഒരു നല്ല മണമാണ് കേട്ടോ. നമ്മൾ വെറുതെ ചോറിൻ്റെ പുറത്ത് വെച്ചാൽ ആ ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിത് കണ്ടോ വാഴയിലക്കകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് ആ ചോറിൻ്റെ പുറത്തോട്ട് തന്നെ ഇങ്ങനെ അങ്ങ് വെക്കുവേ. ഇങ്ങനെ വെക്കുമ്പോൾ തുറന്നങ്ങ് ഉണ്ണാൻ നേരത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ പയർ മെഴുക്ക് പുരട്ടിയാണ്. അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടി അതും വെക്കാം നമുക്ക് കേട്ടോ ചോറിൻ്റെ അകത്തോട്ട്. അത് ഞാൻ വാഴയിലക്കകത്തൊന്നും പൊതിഞ്ഞ് വെച്ചില്ല, വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ പപ്പടമാണ് കേട്ടോ. പപ്പടം ഞാൻ വേറെ ടിന്നിലെടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ വാഴയിലക്കകത്ത് പൊതിഞ്ഞുകൊണ്ട് ചെല്ലുന്ന പപ്പടം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അല്ല, നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റാണല്ലേ വാഴയില പൊതിയരച്ചോറ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വാഴയിലക്കകത്തോട്ട് നമ്മുടെ പപ്പടം വെക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒഴിച്ച് കറി എന്ന് പറയുന്നത് മോരാണ് കേട്ടോ. നമ്മുടെ മോര് ഞാൻ കാച്ചിയതാണേ. അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.